അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിലാണ് നാടിനെ ഏറെ ദുഃഖിപ്പിച്ച സംഭവം കോഴായിൽ അരങ്ങേറിയത്. കോഴായിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ പാടശേഖരത്ത് കഴിഞ്ഞ 6 മാസക്കാലമായി വന്നുപോകുന്ന ദേശാടന പക്ഷികളെ പിടികൂടി തീൻമേശയിലെത്തിക്കാനാണ് ശ്രമം നടന്നത്. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ പാടശേഖരത്ത് സ്ഥിരമായി വന്നുപോകുന്ന നൈജീരിയൻ കൊക്കുകൾ എന്നറിയപ്പെടുന്ന പക്ഷികളെ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ കൗതുകകരമായിരുന്നു. സ്ഥിരമായി കാണാറുള്ള ഇവയെ നോട്ടമിട്ട് പക്ഷിവേട്ടക്കാരും മറ്റും പലകുറി ഇവിടെ എത്തിയിരുന്നുവെങ്കിലും നൈജീരിയൻ കൊക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ പരിസരവാസികളായ പക്ഷിസ്നേഹികളും നാട്ടുകാരും എന്നും ഉണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ച രാവിലെയാണ് ദേശാടന പക്ഷികളെ പിടികൂടി തീൻമേശയിലെത്തിക്കാനുള്ള ഹീനശ്രമം കോഴായിൽ അരങ്ങേറിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ഫാമിൽ നിന്നും പാടശേഖരത്ത് പണിക്കിറങ്ങിയ തൊഴിലാളികളിൽ ഒരാളാണ് ദേശാടന പക്ഷിയെ പൊഴി വെട്ടിയെറിഞ്ഞ് വീഴ്ത്തിയത്. പാടശേഖരത്ത് വീണ പക്ഷിയെ തൂക്കിയെടുത്ത് ഇയാൾ കൊണ്ടുപോകുന്നത് സംഭവം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പരിസരവാസികൾ സംഘടിതരായി ഫാം അധികൃതരെ പരാതിയുമായി സമീപിച്ചതിനെ തുടർന്ന് ആദ്യം ഫാം അധികൃതർ സംഭവം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പ്രശ്നം വഷളാകുമെന്ന് അറിഞ്ഞതോടെ പിടികൂടിയ പക്ഷിയെ തിരികെ പാടശേഖരത്തേക്ക് പറത്തിവിടുകയായിരുന്നു. എന്നാൽ അതിക്രമത്തിനിരയായ നൈജീരിയൻ കൊക്കിനത്തിൽപ്പെട്ട പക്ഷി കൂടുതൽ ദൂരം പറന്നുയരാൻ കഴിയാതെ പാടത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അക്രമിയുടെ കുഴിവെട്ടിയുള്ള ഏറിൽ ഇവയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ പാടശേഖരത്ത് ദേശാടന പക്ഷികൾക്ക് നേരെ നടന്ന ഹീനമായ ആക്രമണത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് പക്ഷിസ്നേഹികളിൽ നിന്നും ഉയർന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ തന്നെ ദേശാടന പക്ഷികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ ആരോപണ വിധേയരായവരെ മാതൃകാപരമായി നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അക്രമത്തിനിരയായ ദേശാടന പക്ഷിയെ പിടികൂടി മതിയായ ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്നും അവയുടെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിച്ച് അവയെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് പക്ഷിസ്നേഹികളിൽ നിന്നും നാടിൻ്റെ പൊതുവികാരമായി ഉയർന്നു വന്നിട്ടുള്ളത്.